കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സായാം സന്ധിയിൽ ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2 ഹാനോക്കിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് കായിൻ്റെ മകനായ ഹാനോക്ക്. ആ ഹാനോക്ക് തീർച്ചയായിട്ടും ലൗകികത്തെയും ലൗകിക മനുഷ്യനെയും കുറിക്കുന്നു. കാരണം കായിൻ തൻ്റെ മകനു വേണ്ടി ഒരു പട്ടണം പണിത് ഈ ലോകത്ത് ഒരു നഗരമുണ്ടാക്കി ആ പട്ടണത്തിന് തൻ്റെ മകൻ്റെ പേര് ഇട്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ശേത്തിൻ്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട 7ാം തലമുറയിൽപ്പെട്ടവനായ ഈ ഹാനോക്ക് ആദ്യത്തെ ഹാനോക്കിനേക്കാൾ തികച്ച വ്യത്യസ്തതയുള്ളവനായിരുന്നു. കാരണം ആ 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ ദൈവത്തോടുകൂടെ നടന്നു. രണ്ടാമത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് താൻ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. നോക്കിക്കേ, ഹല്ലേലൂയ. ഒരു നല്ല സാക്ഷ്യം പ്രാപിച്ചവനായ, ദൈവത്തെ പ്രസാദിപ്പിച്ചവനായ ഒരു ഹാനോക്കാണ് നമുക്ക് ശേത്തിൻ്റെ 7ാം തലമുറയിൽ കാണുന്ന ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു, അവൻ പ്രവചിച്ചു. എന്തിനെക്കുറിച്ച് പ്രവചിച്ചു? ന്യായവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും പ്രവചിച്ചു എന്ന് തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, എത്ര മഹത്വമേറിയ ഒരു ജീവിതം നയിച്ച, ശുശ്രൂഷ ചെയ്ത ഒരനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനായിരുന്നു ഹാനോക്ക്. ദൈവം അവനെ എടുത്തു കൊണ്ടതിൻ്റെ കാരണം അത് ഹല്ലേലൂയ നിസ്സാരമല്ല. അവൻ ദൈവത്തോടുകൂടെ നടക്കുക മാത്രമല്ല, ദൈവത്തോടുകൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ വേല, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ശുശ്രൂഷ വളരെ ഉത്തരവാദിത്വമായിട്ട് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ഹാനോക്ക്. പ്രിയ ദൈവദാസന്മാരെ, പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ സ്തോത്രം, നമ്മൾ അവനോടുകൂടെ നടക്കുന്നവരാണോ? അവനെ പ്രസാദിപ്പിക്കുന്നവരാണോ? പ്രസാദിപ്പിക്കുന്നവരെന്ന് നമ്മൾ സാക്ഷ്യം കൊണ്ടവരാണോ? അതുമാത്രമല്ല, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ ഹല്ലേലൂയ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നവരാണോ? തീർച്ചയായിട്ടും ഈ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ്റെ മുൻപിൽ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ആ കാഹളത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാനായിട്ടിടയാകും, നമ്മൾ രൂപാന്തരപ്പെടുവാനായിട്ടിടയാകും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, അവൻ്റെ കൂടെ നമുക്ക് നടക്കാം, അവനെ നമുക്ക് പ്രസാദിപ്പിക്കാം. അതുമാത്രമല്ല, അവനേൽപ്പിച്ച ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.